ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ് कारक और उनके विभक्तियाँ. कारकം അതിൻ്റെ വിഭക്തി ചിഹ്നങ്ങളുമാണ്. कारक कितने प्रकार के हैं, അതിൻ്റെ വിഭക്തി ചിഹ്നങ്ങൾ നമ്മൾ എഴുതി അത് വിശദമായിട്ട് അതിൻ്റെ എക്സാമ്പിൾ എഴുതി നമ്മൾ പഠിച്ചു. ഇന്ന് അതിലും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. നമ്മൾക്കൊരു സെൻറ്റൻസ് എഴുതാൻ എപ്പോഴും ആവശ്യമായിട്ടുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് നമ്മൾ ടെസ്റ്റിൽ വായിച്ച് നോക്കുമ്പോൾ അതിനെന്ത് വേണം, ഓരോ സെൻറ്റൻസിലും ഓരോ കാരകങ്ങൾ, ഒന്നോ രണ്ടോ അതിന് ചേരേണ്ടുന്ന കാരകങ്ങൾ ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ സെൻറ്റൻസ് അർത്ഥപൂർണ്ണമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും അതുപോലെ നമ്മൾക്കൊരു സെൻറ്റൻസ് എഴുതാനും കഴിയും. അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഈ ക്ലാസ് ഒരിക്കലും മിസ്സാവരുത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ അയക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഈ ക്ലാസ് പഠിക്കുന്നവർക്ക് നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഹിന്ദി കൈകാര്യം ചെയ്യാൻ കഴിയും. എക്സാമിനൊക്കെ നല്ലതുപോലെ വാർത്താലാപ്പ്, ഡയറി, അതുപോലെ സ്വന്തമായിട്ട് എഴുതാനാണ്. പോസ്റ്ററുണ്ട്, അതുപോലെ പട്കഥയുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കുക. ഈസിയാണ്, സിമ്പിളാണ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അപ്പോഴെന്താണെന്ന് നോക്കാം. कारक ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് സംഖ്യ പ്ലസ് कारक വിഭക്തി ചിഹ്നം. संख्या प्लस विभक्ति चिन्ह सर्वनाम प्लस विभक्ति चिन्ह. विभक्ति चिन्ह. संख्या सर्वनाम എന്താണ് നമ്മൾ പഠിച്ചല്ലോ. സംഖ്യ എന്താണ്? किसी व्यक्ति, वस्तु, स्थान या भाव के नाम को संख्या कहते हैं. नाउन പേരായ ശബ്ദത്തിനാണ് സംഖ്യ എന്ന് പറയുന്നത്. സർവനാമം എന്താണ്? സംഖ്യ के बदले जो शब्द प्रयुक्त होते हैं उसे सर्वनाम कहते हैं. प्रोनाउंस. അപ്പോൾ ഈ സംഖ്യയോ സർവനാമവും ഒരു സെന്റൻസിൽ കാണും. ഒരു സംഖ്യ സർവനാമവും ഇല്ലാതെ നമുക്കൊരു സെന്റൻസ് എഴുതാൻ പറ്റത്തില്ല, സബ്ജക്റ്റ് കർത്താവില്ലാതെ. അപ്പോൾ ഈ സംഖ്യയോടും സർവനാമത്തിനോടും ഒപ്പം കാരക ചിഹ്നങ്ങൾ, വിഭക്തി ചിഹ്നങ്ങൾ ചേർത്താണ് നമ്മളൊരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ സംഖ്യ ഏതാണെന്നും, സംഖ്യ അറിയാം, പേരായ ശബ്ദത്തിനാണ് നമ്മൾ സംഖ്യ നൗൺ എന്ന് പറയുന്നത്. സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിന് പകരം നിൽക്കുന്ന പദത്തിനാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പേരായ ശബ്ദം നമ്മൾക്ക് പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പേരായ ശബ്ദത്തിനാണ് നൗൺ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കും. അതുപോലെ തന്നെ സർവനാമങ്ങളുടെ കൂടെ, സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പ്രോനൗൺസ്, സർവനാമങ്ങൾ പ്രത്യേകം ക്ലാസ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതെടുത്ത് കാണണം. എന്നാലും ഇന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് പോയാണ്. സർവനാമങ്ങൾ ഏതൊക്കെയാണ്? മൈം, തു, തും, ആ, ഹം, യഹ്, വഹ്, യേ, വേ, ജോ, കോൻ, കൊയ്. ഇത്രയാണ്. എന്ന് പറഞ്ഞാൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ സർവനാമം തൂ എന്ന് പറഞ്ഞാൽ നീ എന്ന് ചേർത്ത് മാത്രം സർവനാമം മാത്രം എഴുതി നമുക്കൊരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ കഴിയത്തില്ല. അതിനോടൊപ്പം എന്ത് ചേർക്കണം? വിഭക്തി ചിഹ്നങ്ങൾ ചേർക്കണം. നമ്മൾ ഇന്നലെ പഠിച്ച ഇപ്പോൾ തൂ എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് മാത്രം, നീ എന്ന് പറയുന്ന വേർഡ് മാത്രം വെച്ച് നമുക്കൊരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. നിനക്കെന്ന് പറയണം, നിന്നോടെന്ന് പറയണം. പല സാഹചര്യത്തിലും പല രീതിയിൽ നമ്മൾക്ക് ഈ നീ എന്നുള്ള ആ സർവനാമത്തിനെ ഉപയോഗിക്കണം. അതുപോലെ ഓരോ സർവനാമങ്ങളെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കണം. ആ സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കണമെങ്കിൽ വിഭക്തി ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ നമുക്ക് സാഹചര്യം അനുസരിച്ച് എഴുതാനും പറയാനും കണ്ട് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈസിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. അപ്പോഴെന്താണ് നമുക്ക് നോക്കാം. നമുക്ക് ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ സംഖ്യയോടൊപ്പം വിഭക്തി ചിഹ്നങ്ങൾ ചേർക്കുക, സർവനാമത്തിനോടൊപ്പം വിഭക്തി ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക. അപ്പോൾ സംഖ്യയോടൊപ്പം വിഭക്തി ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നൗണിനോടൊപ്പം വിഭക്തി ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ നൗണിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. അതിന് മുമ്പ് ഇതിലൂടെ പറയാം. സർവനാമത്തിനോടൊപ്പം വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ അതിന് വ്യത്യാസം വരും. ആ രൂപത്തിന്, സർവനാമത്തിന്റെ രൂപത്തിന് വ്യത്യാസം വരും. അത് പിന്നീട് സംയുക്തമായിട്ടാണ്, കൂട്ടക്ഷരത്തിന്റെ കൂട്ട് സംയുക്തമായിട്ടാണ് നമ്മൾ സർവനാമവും വിഭക്തി ചിഹ്നവും ചേർത്ത് പറയുന്നത്. അത് എക്സാമ്പിൾ എഴുതുമ്പോൾ എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ സംഖ്യ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ, അധ്യാപക ने बच्चे को इनाम दिया. അധ്യാപകൻ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തു, നൽകി. അപ്പോൾ അധ്യാപകനെ ഉണ്ടോ, ഇവിടെ അധ്യാപകൻ എന്നുള്ള നൗണാണ്. അതിൻ്റെ കൂടെ എന്ത് ചേർത്ത്? ഈ കാരകം വിഭക്തി ചിഹ്നം ചേർത്തു. ബച്ചെ കോ, ഇവിടെ കോ ചേർത്തു. അവിടെ അധ്യാപകൻ കുട്ടിക്ക് ഗിഫ്റ്റ് നൽകി. അവിടെ എന്താണ്? ഇവിടെ
ഇത് മാത്രം എഴുതിയിരുന്നത് ശ്രദ്ധിച്ച അധ്യാപക ബച്ചെ ഇനാം ദിയാന്ന് മാത്രം ഈ നെയും കോയും ചേർക്കാതെ എഴുതിയിരുന്നെങ്കിൽ മീനിങ് എങ്ങനെയായിട്ട് വന്നേനെ? അധ്യാപകൻ കുട്ടി ഗിഫ്റ്റ് കൊടുത്തു. അധ്യാപകൻ കുട്ടി ഗിഫ്റ്റ് കൊടുത്തു. കുട്ടിക്കെന്നുള്ള ആൺകുട്ടിയാണ് ബച്ചെ. അപ്പോൾ കുട്ടിക്ക് ഗിഫ്റ്റ് നൽകിയെന്നാകണമെങ്കിൽ ഇക്കെന്ന് വരണമെങ്കിൽ ഈ കോപ്രത്തി ഇവിടെ ചേർക്കണം. അപ്പോൾ ഈ നൗണിനോടൊപ്പം ചേർത്തത് കൊണ്ട് ഇവിടെ യാതൊരു വ്യത്യാസമില്ല. നൗണിനോടൊപ്പം ചേരുന്ന പ്രത്യയം ചേർത്തങ്ങ് എഴുതിയാൽ മതി. അപ്പോഴേ ഇങ്ങനെ ഓരോ ഏത് സെന്റൻസ് എടുത്താലും മയും ലീല की ബഹൻ ഹും, ഞാൻ ലീലയുടെ സഹോദരി സിസ്റ്റർ ആകുന്നു. ഞാൻ ലീലയുടെ സിസ്റ്റർ ആകുന്നു. അപ്പോൾ ഇവിടെ കീ എന്നുള്ള പ്രത്യേകം കാരകചിഹ്നം ചേർത്തു. ഞാൻ ലീലയുടെ സിസ്റ്റർ ആകുന്നു, ഞാൻ ലീലയുടെ സഹോദരി ആകുന്നു. അപ്പോൾ ഈ കീ എന്നുള്ള ഈ കാരകചിഹ്നം ഇവിടെ ചേർത്തില്ലെങ്കിൽ എന്താ മീനിങ് വരുന്നത്? ഞാൻ ലീല സിസ്റ്റർ ആകുന്നു, ഞാൻ ലീല സിസ്റ്റർ ആകുന്നു. അപ്പോൾ ഞാൻ ലീലയുടെ എന്നുള്ള അർത്ഥം വരുന്നതിനാണ് നമ്മൾ ഈ കീ ഇവിടെ ചേർത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സംഖ്യാ സർവനാമങ്ങൾ പഠിച്ചു. ഈ വിഭക്തി ചിഹ്നത്തിന്റെ ഓരോന്നിന്റെയും മലയാളം മീനിങ്ങുകൾ ഓരോ വേർഡിനും മലയാളം മീനിങ് ഉണ്ട്. അപ്പോൾ ആ മലയാളം മീനിങ്ങും ചേർത്ത് ഈ സർവനാമവും ചേർത്ത്, സർവനാമത്തിന് മീനിങ്ങുകളുണ്ട്, ഓരോ മലയാളം മീനിങ് ഉണ്ട്. ഈ മലയാളം മീനിങ്ങും ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു സെന്റൻസിൽ അനുയോജ്യമായത് ചേർത്ത് എഴുതാനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ കാരകത്തിന്റെ ഒരു സെന്റൻസിലുള്ള പ്രാധാന്യം മനസ്സിലായല്ലോ. ഈ കാരകമില്ലാതെ വേർഡുകൾ മാത്രം നിരത്തി എഴുതിയാൽ ഒരു സെന്റൻസ് ആകത്തില്ല. നമുക്ക് ടെസ്റ്റിലെ ഒരു ലൈൻ കണ്ട് വായിക്കണമെങ്കിലും നമുക്ക് ഇതിന്റെ മീനിങ് അറിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈ ഓരോന്നിന്റെ മലയാളം മീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ സർവനാമത്തിന്റെ കൂടെ ചേർക്കുമ്പോൾ അതിനുണ്ടാകുന്ന വ്യത്യാസവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സെന്റൻസ് കിട്ടുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നമുക്ക് എഴുതാനും കഴിയും. നമുക്ക് അപ്പോഴെന്താണെന്ന് നോക്കാം. നൗൺ എന്താണെന്ന് അറിയാം, പേരായ ശബ്ദം. സർവനാമം എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഒന്ന് എഴുതിയിടാം. മയും, തൂ, തും, ആപ്, ഹം, യഹ്, വഹ്, യേ, വേ, ജോ, കോൻ, കൊയ്. ഇത്രയാണ് നമ്മൾ സർവനാമങ്ങൾ പഠിച്ചത്. പ്രോനൗൺസ് നമ്മളിത് പഠിച്ചത്. അതിൻ്റെ ഓരോന്നിൻ്റെ മലയാളം മീനിങ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതിലുണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ചത് എന്താണ്? കാരകത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് നേ, കോ, സേ, കാരക ചിഹ്നങ്ങൾ. നേ, കോ, സേ, കാ, കേ, കി, മൈം, പർ, കെ ലിയെ. ഇതാണ് കാരക ചിഹ്നങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് ഓരോന്നിനും മലയാളം മീനിങ്ങുകളുണ്ട്. ഈ മലയാളം മീനിങ്, ഇതിൻ്റെ ഓരോ മലയാളം മീനിങ്ങുകളും നോക്കി ഈ ഓരോ സർവനാമങ്ങളും കൂടെ ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്ന രൂപമാണ് നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ചേർത്തെഴുതണം. മൈമിൻ്റെ കൂടെ ഇപ്പം മൈം എന്നുള്ള ഞാൻ എന്നുള്ള സർവനാമത്തിനോടൊപ്പം നമ്മൾ ഇത്രയും കാരക ചിഹ്നങ്ങളും ചേർത്തെഴുതണം, ചേർത്ത് പഠിക്കണം. അതുപോലെ തൂ എന്നുള്ളതിൻ്റെ കൂടെ ഇത്രയും കാരക ചിഹ്നങ്ങൾ ചേർത്ത് നമ്മൾ പഠിക്കണം. ഇതുപോലെ ഓരോ ഇത്രയും സർവനാമത്തിനോടൊപ്പവും ഇത്രയും പ്രത്യയങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്ന രൂപവും അതിൻ്റെ മലയാളം മീനിങ് നമ്മൾ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് ഒരു സെന്റൻസ് എഴുതാനും വായിക്കാനും കഴിയും. പിന്നെ നിങ്ങൾക്ക് ഹിന്ദി എന്ന് പറയുന്ന ഭാഷയും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് ഈസിയാണ്, വളരെ ഈസിയുമാണ് പഠിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ നേരെ അർത്ഥം നമ്മൾ ഭൂതകാലത്തിൽ പഠിച്ചതാണ്. ഭൂതകാലം പഠിച്ചപ്പോൾ ടെൻസ് പഠിച്ചപ്പോൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പഠിച്ചതാണ്. നേയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥം ഇല്ല. അത് ഭൂതകാലത്തിലെ സകർമ്മക്രിയകളുടെ കർത്താവിനോട് കൂടി മാത്രമേ നേപ്രത്യയം ചേർക്കൂ. അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഈ കോഡ് അർത്ഥം എന്താണ്? ക്ക്, ന്, എ. ഇതാണ് കോയുടെ അർത്ഥം. നമ്മൾ ഇംഗ്ലീഷിൽ ടു എന്നുള്ള അർത്ഥം കൊടുക്കും. സേയുടെ അർത്ഥം ആൻ, അവനാൽ, അവളാൽ എന്നുള്ള, അതാണ് ആൻ. കാൾ, അവനേക്കാൾ, അതിനേക്കാൾ, അവയേക്കാൾ എന്നുള്ളത്. നിന്ന്, അതിൽ നിന്ന്, അവയിൽ നിന്ന്, അവളിൽ നിന്ന്, അവനിൽ നിന്ന് എന്നൊക്കെയുള്ള നിന്നുള്ള അർത്ഥം. കൊണ്ട് എന്താണ്? അതുകൊണ്ട്, ഇതുകൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥം കൊടുക്കും. ഓട്, അവനോട്, അവളോട്, അതിനോട് എന്നൊക്കെയുള്ളത്. മുതൽ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട്
കാണാതെ പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഓർഡറിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസിയാണ്. നോക്കി, ആൽക്കാൽ നിന്ന് കൊണ്ട് ഓട് മുതൽ, ആൽക്കാൽ നിന്ന് കൊണ്ട് ഓട് മുതൽ, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കത് മറന്നു പോകത്തില്ല. ആൽക്കാൽ നിന്ന് കൊണ്ട് ഓട് മുതൽ, ഈ സേയുടെ മീനിങ് ഇത് പ്രധാനമാണ്. ഇതുവഴി ചേർക്കുമ്പോൾ നമുക്ക് ഇവിടെ പ്രാധാന്യമുള്ളതാണ്, അതുകൊണ്ട് കാണാതെ പഠിക്കേണ്ടതാണ്. സേയുടെ അർത്ഥം ആൽക്കാൽ നിന്ന് കൊണ്ട് ഓട് മുതൽ. അവിടെ ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേന് ബൈ, വിത്ത്, ഫ്രം, സിൻസ്, ഇത്രയും വരും. നെക്സ്റ്റ് കാക്കേക്ക്, കാക്കേക്കിയുടെ അർത്ഥം എൻ്റെ, അവൻ്റെ, അവളുടെ, ഉള്ള, ഇന്ത്യയുടെ ഉള്ള, അതിനുള്ള, അവയ്ക്കുള്ള എന്നൊക്കെ ചേർത്ത് വരും കാക്കേക്ക്. ഇതിൻ്റെ അർത്ഥം ഓഫ് എന്നുള്ള അർത്ഥമാണ്, ഓഫ് ഇംഗ്ലീഷിൽ. നെക്സ്റ്റ് മെയിൻ, മെയിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ് ഇൻ, ഇൽ, അകത്ത്, ഏതെങ്കിലും സാധനത്തിന് ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ മേസ്മേ കിതാബ് ഹേ, थैली സബ്ജി ഹേ, കലമേ സ്യാഹി ഹേ, പിന്നീട് എന്താണ് കിതാബ് മെയിൻ ചിത്ര ഹേ. അപ്പോൾ എന്തിനെങ്കിലും ഉള്ളിൽ അകത്തിരിക്കുന്നതിനാണ് നമ്മൾ ഇൻ, മെയിൻ, ഇൽ അല്ലെങ്കിൽ അകത്ത് ഇന്നുള്ള സർവനാമം മീനിങ് വരുന്നത്. പർമ മീൻസ് മുകളിൽ, പർമ മീൻസ് മുകളിൽ, പുറത്ത്, എന്തെങ്കിലും സാധനത്തിന് മുകളിലായിട്ട് പുറത്തായിട്ടിരിക്കുന്നതിനാണ് മേസ് പർ കിതാബ് ഹേ, കുർസി പർ മാസ്റ്റർ ജി ഹേ, അല്ലെങ്കിൽ കുർസി പർ ബച്ചേ ഹേ, ബെഞ്ച് പർ ബച്ചേ ഹേ. ഇങ്ങനെ മുകളിലായിട്ട് വരുന്നതിനാണ് നമ്മൾ എന്താണ് പർ ഉപയോഗിക്കുന്നത്, ഓണാണ്. കേലിയുടെ അർത്ഥം വേണ്ടി, എഴുതാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, പിന്നീട് എന്താണ് നടക്കാൻ വേണ്ടി, കുടിക്കാൻ വേണ്ടി, ഇങ്ങനെ വേണ്ടി എന്നുള്ള അർത്ഥം ഉപയോഗിക്കുന്നതിനാണ് നമ്മളിവിടെ കേലിയെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം ടു എന്നുള്ള അർത്ഥമാണ് ഇംഗ്ലീഷിൽ. അവിടെ ഇത്രയും മീനിങ്സ് ഇതിനോടൊപ്പം ചേർത്ത് എഴുതുമ്പോൾ ഞാൻ ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നീട് നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞോളൂ. ഇങ്ങോട്ട് നിങ്ങൾ ഞാൻ എഴുതുന്ന നോക്കാതെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ ഈസിയാണ്, നിങ്ങൾ നല്ലപോലെ പഠിക്കുമെന്ന് എനിക്കറിയാം. അവിടെ എന്താണ്, അപ്പോൾ ഇത്രയും ഈ ഓരോ സർവനാമത്തിനോടൊപ്പം ഈ കാരക ചിഹ്നങ്ങൾ ചേർത്ത് നമ്മൾ മലയാള മീനിങ്ങും പഠിക്കണം. അതിനോടൊപ്പം എഴുതാനുള്ള മലയാള മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിനുണ്ടാകുന്ന രൂപാന്തരം അറിഞ്ഞിരിക്കണം. ഓരോന്നിനോടൊപ്പം ചേർത്ത് ഇപ്പം മെയിൻ പ്ലസ് നേ, ഏതിൻ്റെ കൂടെ ഇത്രയും സർവനാമത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ നേ ചേർത്താലും അതിന് രൂപാന്തരം ഇല്ല. അത് സബ്ജക്റ്റായിട്ട് കർത്താവിനോടൊപ്പമാണ് നമ്മൾ ചേർക്കുന്നത്. കർത്താവിനോടൊപ്പം വരുമ്പോൾ അവിടെ എന്തായിരിക്കും, നൗണിൻ്റെ രൂപത്തിലാണ് നമ്മളവിടെ ചേർക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവിനോടൊപ്പം നേപഥ്യം ചേർക്കുന്നതുകൊണ്ട് ആ നേപഥ്യം ചേരുന്ന ഒരു വേർഡിനും വ്യത്യാസം വരത്തില്ല, സബ്ജക്റ്റായിട്ട് വരികയാണ്. പക്ഷേ സർവനാമത്തിനോടൊപ്പം ഈ ബാക്കി ഇത്രയും പ്രത്യയങ്ങൾ ചേരുമ്പോഴും വ്യത്യാസം വരുന്നുണ്ട്. സംയുക്ത രൂപത്തിലാണ് പിന്നെ നമ്മളതിനെ അറിയപ്പെടുന്നത്. അതാണ് പറയുന്നത് സർവനാമ ശബ്ദों के साथ यदि कारक चिन्ह जोड़े हो वह संयुक्त रूप से लिखी जाती है. संख्या के साथ कारक चिन्ह जोड़े हो वे സ്വതന്ത്ര രൂപസെ ലിഖി ജാത്തി ഹെ. സ്വതന്ത്രമായിട്ടാണ് നമ്മൾ നൗണിനോടൊപ്പം ചേർത്താൽ ഉപയോഗിക്കുന്നത്. സർവനാമത്തിനോടൊപ്പം കാരക ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ എന്ത് വരും, അത് സംയുക്ത രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംയുക്ത രൂപവും പഠിക്കുക, അതിൻ്റെ മലയാള മീനിങ്സും പഠിക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു സെൻറ്റൻസ് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി അതിന് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ മലയാളം മീനിങ്സ് പഠിക്കുക, ഹിന്ദി ഇതിൻ്റെ സർവനാമങ്ങളും പഠിക്കുക. ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതാനാണ് നമ്മളിനി പഠിക്കുന്നത്. അത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്ന് നമുക്ക് ഒരു സെൻറ്റൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉപയോഗം അറിയുന്നത്. ഒരു സെൻറ്റൻസ് നമുക്ക് സ്വന്തമായിട്ട് ഒരു വാർത്താലേഖനം എഴുതാൻ പറയുക, ഒരു ഡയറി എഴുതാൻ പറയുക, അല്ലെങ്കിൽ ഒരു പട്കഥ എഴുതാൻ പറയുക, അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതാൻ പറയുക. അപ്പോഴൊക്കെ നമുക്ക് മലയാളം സെൻറ്റൻസാണ് നമ്മൾ മലയാളികളായി മലയാള സെൻറ്റൻസാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഹിന്ദി വേർഡുകൾ അറിയാം. പിന്നീട് ഇതുപോലുള്ള കാരക ചിഹ്നം ചേർത്ത് സർവനാമവും കാരക ചിഹ്നവും അല്ലെങ്കിൽ നൗണും കാരക ചിഹ്നവും ചേർത്ത് എഴുതാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്, നിങ്ങളുടെ സെൻറ്റൻസ് കറക്റ്റ് ആയിരിക്കും. പിന്നെ ടെൻസ് പ്രധാനമുണ്ട്, ടെൻസ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ ടെൻസ് ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സെൻറ്റൻസ് വായിച്ച് മനസ്സിലാക്കും. പ്രധാനമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഒരു പാരഗ്രാഫ് തന്നിട്ടാണ് ഇപ്പോൾ എന്താണ് ടെസ്റ്റിലെ പാഠം പഠിപ്പിക്കുക, ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്ക് പാരഗ്രാഫുകൾ തരിക. പാരഗ്രാഫുകൾ വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ താഴെ തരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കഴിയും.
അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത് നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക, നിങ്ങൾ ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക, നിങ്ങൾ കണ്ടു കഴിഞ്ഞവർ ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഹിന്ദി നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. മലയാളത്തിനേക്കാൾ ഈസിയാണ് ഹിന്ദി പഠിച്ചത്. നമ്മൾ മലയാളം ഒരു പാരഗ്രാഫ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഹിന്ദി ഒരു എസ്സേ പഠിച്ചു തീർക്കാനുള്ള സമയം കിട്ടും. അത്രയ്ക്ക് സിമ്പിളാണ് ഹിന്ദി പഠിക്കാൻ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതുന്നതാണ് നമ്മളിനി പഠിക്കുന്നത്. നോക്കാം. ഒന്നോ രണ്ടോ എക്സാമ്പിൾ ഞാൻ നല്ലതുപോലെ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ചായിരിക്കും ബാക്കിയെല്ലാം. അതേ നിയമം തന്നെയാണ് ബാക്കിയെല്ലാം സർവനാമത്തിനും കാരക ചിഹ്നം ചേരുമ്പോഴും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മായമിനോടൊപ്പം ഓരോ സർവനാമങ്ങൾ എത്രയും മെയിൻ ഹം തൂ തും ആ യഹ് വഹ് യേ വേ ജോ കോൻ കൊയ് കുച്ച് കൊയ് ഇവിടെ വരെയുണ്ട്. അതിനോടൊപ്പം നേക്കോസെ കാക്കേക്ക് മേമ്പർ കേലിയെ ചേർത്ത് എഴുതുന്ന ആണ് നമ്മളിനി പഠിക്കുന്നത്. എന്താണെന്ന് നോക്കാം. നമ്മൾ ചാർട്ട് എഴുതി ഇങ്ങനെ നിങ്ങളെ ചാർട്ട് എഴുതി കാണിച്ച് ഒന്നും മനസ്സിലാകത്തില്ല, എല്ലാം ഒരുമാതിരി നിങ്ങൾക്ക് പോക പോലെ തോന്നിക്കും. പക്ഷേ ഇതിങ്ങനെ ഓരോന്ന് എഴുതി ഞാൻ 2-3 എക്സാമ്പിൾ തരുമ്പോഴത്തേക്ക് നിങ്ങൾ ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതാൻ റെഡി ആയിരിക്കും. നോക്കി, മൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ. ഇതിനോടൊപ്പം നമുക്ക് നേ കോ സേ കാ കേ കി മേം പർ കേലി ഇത്രയും നമുക്ക് എഴുതണം. ഇത്രയും എഴുതണം. ഈ സിമ്പിളാണ്. നിങ്ങൾ നോക്കുക എന്താണെന്ന് നോക്കാം. മൈൻ പ്ലസ് നേ കോ സേ കാക്കിയൊക്കെ ഒരുമിച്ച് എഴുതാം. മൈൻ പർ കേലി നമുക്ക് എന്താണെന്ന് നോക്കാം. മൈമിനോടൊപ്പമാണെങ്കിൽ നമ്മൾ ഇത്രയും ചേർത്ത് എഴുതുന്നേ. മൈൻ പ്ലസ് നേ മൈനെ തന്നെ വരും. ഇതിൻ്റെ മലയാളം മീനിങ്ങാണ് നമുക്ക് വേണ്ടുന്നത്. നോക്കി, കോഡ് അർത്ഥം എന്താണ്? ഇക്കിന് ഏ. സേഡ് അർത്ഥം ആൽക്കാൽ നിന്നുകൊണ്ടോട് മുതൽ. അതിന് ഓരോന്നിൻ്റെ മീനിങ്സ് നിങ്ങൾ ഒന്നുകൂടെ എടുത്ത് പഠിച്ച് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാക്കേക്ക് ഇന്ത്യയുടെ ഉള്ള, മെയിമിൻ്റെ അർത്ഥം ഇന്ന്, പറഞ്ഞ അർത്ഥം ഓൺ, കേലിയുടെ അർത്ഥം കേലിയെ. അപ്പോൾ ഇത് മെയിമിനെ ഇവിടെ നേപ്രത്യം ചേർക്കുമ്പോൾ വ്യത്യാസം വരുന്നില്ല. ഏത് സർവനാമത്തിനോടൊപ്പം നേപ്രത്യം ചേർക്കുമ്പോൾ അതുപോലെ എഴുതിയാൽ മതി. പക്ഷേ മൈൻ പ്ലസ് കോ അതിൻ്റെ സംയുക്ത രൂപം മുച്ചുക്കോ, മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ചേ, മുച്ചേന്ന് വരും. മുച്ചേന്നോ മുച്ചുക്കോ എന്നും എഴുതാം. മൈൻ പ്ലസ് കോയുടെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ മലയാളം മീനിങ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? മൈമിൻ്റെ അർത്ഥം ഞാൻ, അറിയാലോ. മൈമിൻ്റെ അർത്ഥം ഞാൻ. ഇതിൻ്റെ കോയുടെ അർത്ഥം എന്താണ്? ഇക്ക് ഇന് ഏ. അപ്പോൾ ഇതിൻ്റെ മലയാളം മീനിങ് കണ്ടുപിടിക്കാൻ ഇതും ഇതുമായിട്ട് യോജിപ്പിക്കണം. ഈ മലയാള മീനിങ്ങും ഈ മലയാള മീനിങ്ങുമായിട്ട് ചേർത്ത് നിങ്ങൾ പറഞ്ഞു നോക്കണം. മൈൻ ഞാൻ. അപ്പോൾ ഞാനിക്ക് എന്ന് പറയുന്നത് ശരിയാണോ? പക്ഷെ എനിക്ക് എന്താണ്? എനിക്ക് എന്നുള്ള വ്യക്തിയല്ലേ ഞാൻ നമ്മൾ സർവനാമം തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലസ് ഇക്ക് എന്താണ്? എനിക്ക്. എനിക്ക്. അതുപോലെ ഏ ചേരുന്ന ഇതിന് ഓരോന്നിനും മലയാളം മീനിങ്സ് ഉണ്ട്. അത് ചേരുന്നത് മാത്രം നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ പ്ലസ് ഇക്ക് എനിക്ക് അതിവിടെ ചേരുന്നതാണ്. അപ്പോൾ മുച്ചുക്കോയുടെ അർത്ഥം എന്താണ്? എനിക്ക് എന്നുള്ള മീനിങ് ഉണ്ട്. അതുപോലെ ഏ ചേരുന്നുണ്ട്. ഞാൻ എന്നെ നമുക്ക് പറഞ്ഞൂടെ? അപ്പോൾ എന്നെ, എനിക്ക് എന്നെ എന്നാണ് മുച്ചുക്കോയുടെ അർത്ഥം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എനിക്ക് എന്നെ എവിടെ എഴുതണമെങ്കിലും ഏത് വേർഡാണ് ചേർക്കണമെന്ന്? മുച്ചുക്കോ. മുച്ചുക്കോ എന്ന് ഏതൊരു സെന്റൻസിൽ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ മലയാളം മീനിങ് മനസ്സിലാക്കാം? എനിക്ക് എന്നെ എന്നാണ് അതിൻ്റെ മലയാളം മീനിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? 2 രീതിയിലാണ് നമുക്ക് ഉപയോഗം. നമുക്ക് സ്വന്തമായിട്ട് എഴുതാനും ഒരു സെന്റൻസിൽ ഈ വേർഡ് കണ്ടാൽ നമുക്ക് എങ്ങനെ അതിനെ മനസ്സിലാക്കി എടുക്കാം. ഇതാണ് മെയിൻ ഞാനും. കോടർത്ത് ഇക്കോ കൊയ്ക്ക് ഇനി എന്നാണ്. അവിടെ മുച്ചുക്കോ മെയിൻ പ്ലസ് കോയുടെ സംയുക്ത രൂപം എന്താണ്? മുച്ചുക്കോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ? ഇനി മെയിൻ പ്ലസ് സേ. സേയുടെ അർത്ഥം എന്താണ്? മെയിമിൻ്റെ അർത്ഥം ഞാനാണെന്നറിയാം. സേയുടെ അർത്ഥം എന്താണ്? ആൽക്കാൾ നിന്ന് കൊണ്ട് ഓട് മുതൽ. അവിടെ മെയിമിൻ്റെ കൂടെ സേ ചേർക്കുമ്പോൾ എന്താണ് ഇരിക്കുന്നത്? മുച്ചുസേ. ഇവിടെ സംയുക്ത രൂപം മുച്ചുസേ. സംയുക്ത രൂപം എന്താണ്? മുച്ചുസേ. മുച്ചുസേ. അപ്പോൾ മലയാളം മീനിങ് ഇങ്ങനെ പറയും. ഞാനും ഇതൊക്കെയാണ്. ഇവിടെ ഞാനും സേയും കൂടെ വരണം. സേയുടെ അർത്ഥം ആൽക്കാൽ നിന്നുകൊണ്ടോട് മുതൽ. അപ്പോൾ ആൽ എന്ന് പറയുന്നുണ്ട്. ആൽക്കാൽ നിന്നുകൊണ്ട് ഓട് മുതൽ. എന്നേക്കാൾ, എന്നാൽ, എന്നോട്,
ഞാൻ മുതൽ, എന്നിൽ നിന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ മുച്ചസയുടെ കൂടെ. നിങ്ങൾ ഓരോന്ന് മലയാളം മീനിങ് ഇവിടെ എഴുതിയിട്ടിട്ട് ഇത് നിങ്ങൾ ചേർത്ത് നോക്കണം. അവിടെ മുച്ചസയുടെ മീനിങ് എന്നേക്കാൾ, എന്നോട്. ഈ സേയുടെ അർത്ഥം ചേർത്ത് ഞാനും ചേർത്ത്, ഞാൻ മീൻസ് ഞാൻ ചേർത്ത് പറയുമ്പോൾ എനിക്കെന്നുള്ള അർത്ഥം വരുന്നത് ആ എന്നോട്, എന്നേക്കാൾ, എന്നിൽ നിന്ന് ഇങ്ങനെ ചേർത്ത് എഴുതി പഠിക്കുക. അവിടെ അത് മനസ്സിലായി. ഇപ്പോൾ ചേർക്കുന്ന ഒരു ഓർഡർ മനസ്സിലായില്ലേ? നെക്സ്റ്റ് കാക്കിയുടെ അർത്ഥം വരുന്നത് എങ്ങനെയാണ്? ഇന്റെ ഉടെ ഉള്ള. അപ്പോഴേ ഞാനും ഇന്റെ ഉടെ ഉള്ളയും കൂടെ ചേർക്കുമ്പോൾ എങ്ങനെ വരും? എൻ്റെ, എനിക്കുള്ള, ഇന്റെ ഉടെ, എന്നുടെ എന്നൊക്കെ മീനിങ് വരണമെങ്കിൽ ഈ ഞാനും കാക്കിയൊക്കെയും കൂടെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ സംയുക്ത രൂപം മൈം പ്ലസ് കാ, മേര, മേരെ, മേരി. ഇതാണ് മൈം പ്ലസ് കാക്കിയുടെ അർത്ഥം. മേര, മേരെ, മേരി. അതിന്റെ മീനിങ് മനസ്സിലായല്ലോ? ഞാനും ഇന്റെ ഉടെ ഉള്ള ചേർക്കുമ്പോൾ എൻ്റെ, എന്നുടെ, എനിക്കുള്ള. ഇത് എൻ്റെ, എന്നുടെ, എനിക്കുള്ള മൂന്നിന്റെ മൂന്ന് മീനിങ് അല്ല പറയുന്നത്, ഒരാൾക്ക്. ഇതിപ്പോ മേര എന്ന് പറയുന്ന പുല്ലിംഗ ഏകവചനം ആൺകുട്ടിയാണെങ്കിലോ പുല്ലിംഗമാണെങ്കിലോ അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഈ മേര ഉപയോഗിക്കുന്നത്. മേര ഉപയോഗിക്കുന്നത് ബോയ്സ്, ആൺകുട്ടികളാണ് ഉപയോഗിക്കുന്നത്, ആൺകുട്ടികളോടൊപ്പമാണ് ഉപയോഗിക്കുന്നത്. അത് മേരയാണ്. അതുപോലെ മേരി പെൺകുട്ടി, ഏകോദനോ ബഹുവചനമാണ്. സ്ത്രീലിംഗ ഏകോദനോ ബഹുവചനമാണെങ്കിൽ മേരി ചേർക്കും. അപ്പോൾ ഇത് മൂന്നിൻ്റെയും മീനിങ് ഒരിടത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് ആ ലിംഗവചനം അനുസരിച്ച് നമ്മൾ മേര, മേരെ, മേരി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ, എനിക്കുള്ള, എന്നുടേന്ന് എവിടെ വരണമെങ്കിലും ഈ മേര, മേരെ, മേരിയാണ് ചേർക്കുന്നത്. അപ്പോൾ മെയിൻ പ്ലസ് കാക്കേക്കിയുടെ സംയുക്ത രൂപമാണ് മേര, മേരെ, മേരി. പിന്നെ അതുപോലെ മെയിൻ, മുച്ചുമെയ്. മെയിം പ്ലസ് മെയിം എന്താണ്? മുച്ചുമെയ്. എന്നിൽ, ഇന്നും അകത്തു എന്നാണ് അർത്ഥം. മുച്ച് മെയിം, ഇല്ലിലും അകത്തും എന്നാണ് അർത്ഥം. അപ്പോഴേ ഞാൻ, മെയിമിൻ്റെ അർത്ഥം എന്താണ്? എന്നിൽ എന്നുള്ളതാണ് മുച്ചുമെയിൻ. അത് വേറെ ഇനിയിപ്പോൾ വേറെ സാധനങ്ങൾക്ക് അകത്തൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ സർവ്വനാമങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോഴതനുസരിച്ച് വരും. നെക്സ്റ്റ് മെയിം പ്ലസ് പറൻ മീൻസ് മുകളിൽ. ഇവിടെ വ്യക്തികളുമായിട്ട് വരുമ്പോഴും മുകളിൽ എന്നുള്ള അർത്ഥം എന്നിൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാം. എന്നിൽ ഇല്ലെന്നുള്ള അർത്ഥമുണ്ട്, മുകളിൽ എന്നുള്ള അർത്ഥവും ഇതിനുണ്ട്. എന്നിൽ തന്നെ അവിടെ അത് മുച്ചുപ്പർ. നെക്സ്റ്റ് മെയിൻ പ്ലസ് കേലിയെ. മെയിൻ പ്ലസ് കേലിയെ എന്താണ്? മേരേലിയെ. മേരേലി, എനിക്ക് വേണ്ടി. വേണ്ടി എന്നുള്ള അർത്ഥത്തിനർത്ഥം എനിക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഈസി അല്ലേ? നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ സർവനാമത്തിനോടൊപ്പം പ്രത്യയങ്ങൾ ചേർത്തെഴുതുമ്പോൾ അത് അതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ സംയുക്ത രൂപത്തിലായിരിക്കും. അതിൻ്റെ മീനിങ്, ഈ സർവനാമത്തിൻ്റെ മീനിങ്ങും ഏത് പ്രത്യയമാണോ നമുക്ക് ചേർക്കേണ്ടത് ആ പ്രത്യയത്തിൻ്റെ മീനിങ്ങും കൂടെ ചേർത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ, മുച്ചസേന്ന് വെച്ചാൽ എന്താണ്? എന്നോട്, എന്നിൽ നിന്ന് എന്നൊക്കെ ആയിരിക്കും അവിടുത്തെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ മേര, മേരെ എന്നാൽ എൻ്റെ, എന്നോട്, എനിക്കുള്ള ആണ് മീനിങ് അവിടെ വരുന്നത്. ഇതുപോലെ ഓരോന്നും വരുമ്പോൾ ഇതുപോലെയാണ് ടെസ്റ്റിൽ നമ്മൾ മീനിങ് കണ്ടുപിടിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടതും അതുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ടതും. അപ്പോൾ ഇനി വേറെണ്ണം നോക്കാം. ഹം. മെയിം ഹം. മെയിമിൻ്റെ അർത്ഥം ഞാൻ, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. മെയിമിൻ്റെ ബഹുവചനമാണ് ഹമ്മ. അപ്പോൾ ഹമ്മിനോടൊപ്പം ഇത് ഓരോന്നും ചേർത്ത് മെയിം പ്ലസ്നെ, ഹംനെ. അവിടെ വ്യത്യാസം വരുന്നില്ല. ഇത് ഹംകോ. ഹംകോയുടെ മീനിങ് എന്തുകൊണ്ട്? ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, കോയുടെ അടുത്ത് ഇക്കിനി. അപ്പോൾ ഹം ഞങ്ങൾക്ക്, ഞങ്ങളെ ഇവിടെ വരും. ഞങ്ങൾക്ക്, ഞങ്ങളെ എന്നുള്ള മീനിങ് വരും. അതുപോലെ ഹംസെ. ഹംസയുടെ മീനിങ് എന്ന് വരും. സേയുടെ മീനിങ് എല്ലാം ചേർത്ത് പറഞ്ഞു നോക്കണം. ഹം ഞങ്ങൾ എന്നാണ്. ഞങ്ങളോട്, ഞങ്ങളിൽ നിന്ന്, ഞങ്ങളെ, ആൾക്കാൾ നിന്നുകൊണ്ട്, ഞങ്ങളാൽ, ഞങ്ങളെക്കാൾ, ഞങ്ങളെ കൊണ്ട്, ഞങ്ങളിൽ നിന്ന്, ഞങ്ങൾ മുതൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതുപോലെ കാക്കേക്ക്. ഹംസെ, ഹമാര. हम प्लस का हमारा, हम प्लस के हमारे, हम प्लस की हमारी. മനസ്സിലായല്ലോ? ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ, ഇന്ത്യ ഇവിടെ ഉള്ളതാണ് കാക്കേക്കിയുടെ അർത്ഥം. ഹമാര ഞങ്ങളുടെ, ഞങ്ങൾക്കുള്ള എന്ന്. ഇന്ത്യ അവിടെ ചേർക്കാൻ പറ്റത്തില്ല. ഏകവചനത്തിൽ ഞങ്ങൾ, ഇന്ത്യയിൽ ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ എന്നുള്ള മീനിങ് എവിടെ വന്നാലും ഹമാര, ഹമാരെ, ഹമാരി. ഇത് പുല്ലിംഗ ഏകോദനത്തിൽ ഉപയോഗിക്കണം. പുല്ലിംഗ ബഹുവചനം, സ്ത്രീലിംഗ ഏകോദന ബഹുവചനത്തിലൂടെ ഹമാരി. അപ്പോൾ മനസ്സിലായല്ലോ? ഇനിയും ഹം മെയിം. ഹമേം, ഹമേം ഞങ്ങളിൽ. ഹംപർ അത് ഞങ്ങൾ എന്നുള്ള അർത്ഥം വരും. ഹമാരെ, ഹമാരേലിയെ.
ഹമാരെ ലിയെ ഞങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ സിമ്പിൾ ഇല്ലയോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോഴെന്താണ് ഇതിനെല്ലാം സംയുക്തമായിട്ട് സർവനാമങ്ങൾ സംയുക്തമാകുന്ന രൂപം മാത്രം നിങ്ങൾ ഒന്ന് കാണാതെ പഠിച്ചാൽ മതി. ബാക്കി സർവനാമങ്ങളുടെ മീനിങ്സ് കാണാതെ പഠിക്കണം, നേക്കോസയുടെ മീനിങ്ങും കാണാതെ പഠിക്കണം, ഇതിൻ്റെ സംയുക്ത രൂപം പഠിക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങൾ ഒരു 10 മിനിറ്റ് ശ്രമിക്കേണ്ട, അതിന് മുമ്പേ നിങ്ങൾക്കിത് മനസ്സിലാകും. അപ്പോൾ ഈ രണ്ടെണ്ണം മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൈം ഹം തു. തു സർവനാമമാണ്. സോ തൂയുടെ അർത്ഥം എന്താണ്? നീ. അവിടെ തു പ്ലസ് നെ തൂനെ, അവിടെ വ്യത്യാസം വരുന്നില്ല. തുംകോ, നോ തുച്ചുക്കോ. തുച്ചുക്കോയുടെ അർത്ഥം എന്താണ്? കോയുടെ അർത്ഥം ഇക്ക് തന്നെയാണ്, തൂവിൻ്റെ അർത്ഥം നീയാണ്. അപ്പോൾ നിനക്ക്, നിന്നെ. തുംസെ, തുച്ചുസെ. തുച്ചുസെ എന്താണ്? നിന്നോട്, നിന്നേക്കാൾ, നീ മുതൽ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ മീനിങ് എല്ലാം ചേർത്ത് നിങ്ങൾ പറയാം. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. കാക്കിയുടെ അർത്ഥം ഇന്ത്യയുടെ ഉള്ള. അപ്പോൾ തൂ നീയാണ്, നിന്റെ. അപ്പോൾ തേര, തേരെ, തേരി. തേര, തേരെ, തേരി വരും. അപ്പോൾ നിന്റെ എന്നുള്ള പുല്ലിംഗ ഏകോദനം, പുല്ലിംഗ ബഹുവചനം. ഇത് സ്ത്രീലിംഗ ഏകോദന ബഹുവചനങ്ങളിലൂടെ. ഇവിടെ മെയ്മാണ്, തുച്ച് മെയ്. നിന്നിൽ, ഇവിടെ നിന്നിൽ നിന്നാണ് തുച്ച് മെയ്. തുച്ച് പർ. അർത്ഥം തേരേലിയെ, നിനക്ക് വേണ്ടി. തേരേലിയെ, നിനക്ക് വേണ്ടി. നിങ്ങൾക്കിപ്പം ഇത് തേരേലിയെ പഠിക്കാതെ തന്നെ നിങ്ങൾ നിനക്ക് വേണ്ടി എന്നുള്ള ആ ഒരു വേർഡാണ് നിങ്ങൾക്ക് എഴുതേണ്ടതെങ്കിൽ അതിലെ സർവനാമം ഏതാണ്? നിനക്ക്, നീ എന്നുള്ള സർവനാമമാണ്. അത് തു. വേണ്ടി എന്നുള്ള പ്രത്യയം ഏതാണ് നോക്കണം. അത് കാരക ചിഹ്നത്തിൻ്റെ ആണ്. അവിടെ നിനക്ക് വേണ്ടി എന്നുള്ള കാരക ചിഹ്നം ഏതാണെന്ന് ഓർത്ത് നോക്കണം. അപ്പോഴേ കേലിയാണ്. അവിടെ തൂവും കേലിയും കൂടെ ചേർന്ന് വരുന്ന സംയുക്ത രൂപം ഏതാണെന്ന് ഓർക്കുമ്പോൾ എന്താണ്? തേരേലിയെ. അങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ നിങ്ങൾ ആ കാരക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്. അവിടെ 3 എണ്ണം പറഞ്ഞല്ലോ. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് അടുത്ത ഏത് കാരക ചിഹ്നം സർവനാമമാണ്? മായും ഹം തൂ തും. തുമ്മിനോടൊപ്പം നേജന്മം തുമ്നെ, വ്യത്യാസം വരുന്നില്ല. ഇവിടെ തുംകോ തന്നെയാണ്. തുംകോയുടെ അർത്ഥം എന്താണെന്ന് അറിയാലോ. തുമ്മിൻ്റെ അർത്ഥം നിങ്ങളാണ്, കോയുടെ അർത്ഥം ഇക്കുവിനെയാണ്. നിങ്ങൾക്ക്, നിങ്ങളെ എന്നുള്ള അർത്ഥം ഇവിടെ വരും. സേ, തുംസേ. തുംസയുടെ അർത്ഥം അറിയാലോ. നിങ്ങളോട്, നിങ്ങളെക്കാൾ, നിങ്ങൾ മുതൽ, നിങ്ങളെക്കാൾ, നിങ്ങളെ കൊണ്ട്, ഇങ്ങനെയൊക്കെ അർത്ഥം സേയുടെ അർത്ഥം വരും. അപ്പോൾ ഇതിൻ്റെ മീനിങ്സ് നല്ലതുപോലെ നിങ്ങളങ്ങ് പഠിക്കുക. പിന്നീട് തും കാക്കേക്ക്, തുമാര, തുമാര നാം ക്യാ ഹേ, നിങ്ങളുടെ, ഇന്ത്യയുടെ ഉള്ള. തുമാര, തുമാരെ, തുമാരി. തുംഹാരി, തുംഹാരി എന്നാണ് നമ്മൾ തുംഹാര, തുംഹാരെ, തുംഹാരി എന്ന് എഴുതുന്നത്. തുമാര, തുമാരെ, തുമാരി എന്ന് വായിക്കും. പിന്നെ മെയിൻ, തുമ്മേ, തുമേയും. തുമേ, തുമ്പർ, തുമ്പർ. തുമാരെ ലിയെ, നിങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ എഴുതണം. സിമ്പിളല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ സർവനാമത്തിനോടൊപ്പം ഓരോ പ്രത്യയങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ അതിന് സംയുക്ത രൂപം കിട്ടും. അതിൻ്റെ മലയാളം മീനിങ് മനസ്സിലാക്കുന്നത് നമ്മൾ സർവനാമത്തിൻ്റെ മീനിങ്ങും പ്രത്യയങ്ങളുടെ കാരക ചിഹ്നങ്ങളുടെ മീനിങ്ങും കൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞു നോക്കണം, എഴുതി നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് കൂടെ എഴുതാം. ഇത്രയും മനസ്സിലായല്ലോ. ഓരോന്നിൻ്റെയും കിട്ടുന്ന രൂപങ്ങളും ഇതിൻ്റെ കാരക ചിഹ്നങ്ങളും. അപ്പോൾ ബാക്കി സർവനാമങ്ങളും കാരകങ്ങളും നോക്കാം. ഇനി ആപ്പ് എന്നുള്ള സർവനാമം. ആപ്പിന് വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. ഈ സർവനാമങ്ങൾ ചേർക്കുമ്പോൾ സംയുക്ത രൂപത്തിന് വലിയ വ്യത്യാസം വരുന്നില്ല. നോക്കാം. ആപ്പ്, ആപ്നെ, ആപ്കോ. മലയാളം മീനിങ് പറയണ്ടല്ലോ, അറിയാമല്ലോ.
ആപ്നെ അവിടെ മീനിങ് ഇല്ല. ആപ്പോ ആപ് മീൻസ് താങ്കൾ, താങ്കൾക്ക്, താങ്കളെ. ഇന് അവിടെ ചേരത്തില്ല, ചേരുന്നത് മാത്രം ചേർത്താൽ താങ്കൾക്ക്, താങ്കളെ. ആപ്സെ എന്താണ്? താങ്കളോട്, താങ്കളിൽ നിന്ന്, താങ്കളേക്കാൾ, താങ്കളാൽ, താങ്കൾ മുതൽ എന്നർത്ഥം. കാക്കിയെടുത്ത് ആപ്ക, ആപ്കെ, ആപ്കി. താങ്കളുടെ, ന്റെ കൂടെ ഉള്ള, താങ്കളുടെ, താങ്കൾക്കുള്ള. ആപ്മേ താങ്കളിൽ. ആപ്പർ ആപ്കെ ലിയെ. ആപ്കെ ലിയെ താങ്കൾക്ക് വേണ്ടി. മനസ്സിലായല്ലോ? ഇപ്പോഴും ഓർഡർ മനസ്സിലായില്ലോ? ഓരോ സർവനാമത്തിനോടൊപ്പം പ്രത്യേകം ചേർക്കും, അതിന്റെ മലയാള മീനിങ് അനുസരിച്ച് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് യഹ്. യഹിന്റെ അർത്ഥം വരുമ്പോൾ നമുക്ക് മീനിങ്സ്, ഇതിന്റെ യഹിന്റെ അർത്ഥം ഇവൻ, ഇവൾ, ഇത്, ഈ. ഇതിനോട് ഇത്രയും, ഈ ഇവനോടൊപ്പം ഇത്രയും കാരകചിഹ്നങ്ങൾ ചേർത്ത് നിങ്ങൾക്ക് എഴുതാം. വേയുടെ സംയുക്ത രൂപം കുറച്ചേ ഉള്ളൂ, പക്ഷെ മലയാളം മീനിങ്ങുകൾ വരുമ്പോൾ ഇതിനോട് എല്ലാത്തിനോടൊപ്പം നമുക്ക് മലയാള മീനിങ്ങുകൾ ചേർത്ത് എഴുതാനും പറയാനും കഴിയും. ഇവിടെ ഒരെണ്ണം എക്സാമ്പിൾ നോക്കി. യഹിന്റെ അടുത്ത് ഇസ്നെ. ഇവിടെ യഹിനെ എന്നല്ല പറയുന്നത്, ഇസ്നെ. അവിടെ സംയുക്ത രൂപമാണ് വരുന്നത്. ഇസ്നെ, ഇസ്കോ. ഇസ്കോയുടെ അർത്ഥം എന്താണ്? ഇസ്കോയുടെ അർത്ഥം എല്ലാ രീതിയിലും നമുക്ക് പറയാം. ഇവൻ, യഹിന്റെ അർത്ഥം ഇവൻ, ഇവൾ, ഇത്, ഈ. ഇത്രയും അർത്ഥമുണ്ട് ഈ യഹിന്. സർവനാമത്തിന് ഇത്രയും അർത്ഥമുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം നേപൃത്യം ചേർക്കാൻ അതിന് അർത്ഥമില്ല. കോയുടെ അർത്ഥം ഇക്കിന് എ. അപ്പോൾ ഇവൻ എന്നുള്ളതിന് ഇസ്കോ ആണ് എഴുതുന്നത്. ഇസ്കോ. ഇവൻ പ്ലസ് കോ എന്താണ്? ഇവനക്കെന്ന് വരത്തില്ല. പക്ഷെ ഇവളിൻ്റെ കൂടെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാം ഇവൾക്ക്, ഇവൾക്ക്. അത് ചേരും. അതിൽ ഇവനെ ചേരും. അവിടെ ഇവനെ എന്നുള്ള എവിടെ ഉപയോഗിക്കണം? നിങ്ങൾക്ക് ഇസ്കോ ഉപയോഗിക്കാം. ഇവൾക്ക് എന്നുള്ള എവിടെ ഉപയോഗിക്കണമെങ്കിൽ ഇസ്കോ ഉപയോഗിക്കാം. അതുപോലെ ഇത്, ഇതിന്, ഇതുക്ക്, ഇതിന് ഉപയോഗിക്കാം ഇസ്കോ. ഇസ്കോ, ഇതിന്. പിന്നെ ഇതിനെ എന്നുള്ളതിനും നമ്മൾക്ക് ഈ ഇസ്കോയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ എന്നുള്ളതിനും ഇത് തന്നെ. അപ്പോൾ ഇതിന് ഇത്രയും അർത്ഥങ്ങളുണ്ട്. ഇവിടെ വരുമ്പോൾ സേ ആൾക്കാൾ നിന്നുകൊണ്ട് ഓട് മുതലുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ്ങുകളും അതുപോലെ ഇത്രയും രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇസുസേ, ഇസുസേ, യഹ് പ്ലസ് സേ ആണ് ഇസുസേ. അപ്പോൾ ഇവൻ, ഇവനോട്, ഇവനാൽ, ഇവൻ മുതൽ, ഇവനെ കൊണ്ട്, ആൾക്കാൾ നിന്ന് കൊണ്ട് ഓട്, ഇവനോട്, ഇവൻ മുതൽ എന്ന് ഈ ഇവൻ ചേർത്ത് ഇത്രയും മീനിങ്സുകൾ നമുക്ക് പറയാം. അതുപോലെ ഇവൾ ചേർത്ത് ആ മീനിങ്സ് എല്ലാം പറയാം. ഇത് ചേർത്ത് ആ മീനിങ്സ് എല്ലാം പറയാം. അപ്പോൾ നമുക്ക് ഈ 3 രീതിയിലും സേ ഉപയോഗിക്കണമെങ്കിൽ ആ 3 രീതിയിൽ നമുക്ക് ഇസുസേ ഉപയോഗിച്ചാണ് എഴുതുന്നത്. ഇത്രയും 3 രീതിയിലും ഇത്രയും മീനിങ്സ് ചേർത്ത് ഇസുസേ എന്നുള്ള ആ സംയുക്ത രൂപം ചേർത്താണ് നമ്മൾ സെന്റൻസ് എഴുതുകയും മനസ്സിലാക്കുകയും വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ആ സന്ദർഭം അനുസരിച്ച് വായിച്ച് മനസ്സിലാക്കണം. നെക്സ്റ്റ് യഹ് പ്ലസ് കാ, इसका, इसका, इसके, इसकी. ഇത്രയും രൂപത്തിൽ വരും. ഇപ്പോൾ കായുടെ അർത്ഥം, കാക്കിയുടെ അർത്ഥം ഇന്ത്യയുടെ ഉള്ള. ഇവൻ, ഇവന്റെ, ഇവനുടെ, ഇവനുള്ള. ഇവൾക്ക്, ഇവൻ, ഇവളുടെ, ഇവൾക്കുള്ള. ഇവൾ ഇന്ത്യ ചേർത്തില്ല. ഇതിൻ്റെ, ഇതിനുടെ, ഇതിനുള്ള. ഇത്രയും രീതിയിലും ഇസ്ക, ഇസ്ക, ഇസ്കി നമ്മൾക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് യഹ് പ്ലസ് മെയിൻ, ഇസ്മേ. ഇസ്മേ എന്ന് പറഞ്ഞാൽ ഇവനിൽ, ഇവളിൽ, ഇതിൽ എന്നുള്ളത് ഇസ്മേ ഉപയോഗിക്കാം. ഇസ്പർ, ഇസ്പർ എന്ന് പറഞ്ഞാൽ ഇതിൽ, ഇതിൽ, ഇവനിൽ, ഇവളിൽ എന്നുള്ള അർത്ഥം ഉപയോഗിക്കാം. മുകളിൽ നിന്നുള്ള മീനിങ് വരുന്നത് അത് ഉപയോഗിക്കാം ഇസ്പർ. അതുപോലെ ഇസ്കേലിയെ, ഇത്രയും കേലിയെ വേണ്ടിയാണ്. ഇത്രയും ഇവൾക്ക് വേണ്ടി, ഇവന് വേണ്ടി, ഇവൾക്ക് വേണ്ടി, ഇതിന് വേണ്ടി എന്നുള്ള മീനിങ്ങിലും ഇസ്കേലിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്.
സർവനാമങ്ങളും കാരക ചിഹ്നങ്ങളും ചേർത്ത് അതിൻ്റെ സംയുക്ത രൂപം പഠിക്കുക. അതിൻ്റെ മലയാള മീനിങ്സ് അനുസരിച്ച് നമ്മൾ ഓരോ സെൻറ്റൻസിലും ഉപയോഗിക്കുക, അർത്ഥം മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ഹിന്ദി ക്വസ്റ്റ്യൻസിൽ 5ാം ക്ലാസ് മുതൽ കാണുന്നത് പാരഗ്രാഫ് വരിക. പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ച് മനസ്സിലാക്കി നമ്മൾ ആൻസർ ചെയ്യുക. അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ഇതാണ് പ്രധാനം. അതിൽ നിന്ന് നിങ്ങൾ കാരക ചിഹ്നങ്ങൾ കണ്ടുപിടിക്കുക. കാരക ചിഹ്നങ്ങൾ സംയുക്ത രൂപമായിട്ട് അത് കാണും, അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം ആണെങ്കിൽ അല്ലാതെ കാണും, കർമ്മത്തിനോടൊപ്പം ചിലപ്പോൾ കാരക സംയുക്തം അല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ കാരക ചിഹ്നങ്ങൾ നോക്കി അതിൻ്റെ മീനിങ്സ് കണ്ടുപിടിച്ച് ആ വേർഡുകളുടെ മീനിങ് നമുക്ക് മിക്കവാറും വേർഡുകളുടെയൊക്കെ വേർഡ് മീനിങ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓരോ ലെസൺ പഠിച്ചു പോകുമ്പോൾ നമ്മൾ കുറേ വേർഡ് മീനിങ്സുകൾ പഠിക്കും. പക്ഷേ ഈ കാരക ചിഹ്നങ്ങളുടെ മീനിങ്സ് നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത് പ്രത്യേകം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സിമ്പിളാണെന്ന് മനസ്സിലായല്ലോ. ഇത് ഇനി നമുക്ക് ഏതാണ് യഹ് വഹ്. വഹിൻ്റെ അർത്ഥം എല്ലാം വഹ് എങ്ങനെയാണ്? വഹിൻ്റെ അർത്ഥം എന്താണ്? അവൻ അവൾ അതുവാ. അവൻ അവൾ. യഹ് ഇവൻ ഇവൾ ഈ ചേർത്ത് പറയും, വഹ് ആ ചേർത്ത് പറയും. അവൻ അവൾ എന്ന് പറഞ്ഞാൽ യഹ് ഇത് ദിസ് അടുത്തിരിക്കുന്നത്. വഹ് എന്ന് പറഞ്ഞാൽ ദൂരെ ഇരിക്കുന്ന ആളിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവൻ എന്നാണ് നമുക്ക് കുറച്ച് അകലെയായിട്ടിരിക്കുന്നതാണ് നമ്മൾ അവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെ ഇരിക്കുന്ന അടുത്തിരിക്കുന്ന ആൾ. യഹ് ഇവൻ ഇവൾ ഇത് ഇതൊക്കെ അടുത്തിരിക്കുന്നതാണ്. അപ്പോൾ വഹ് അവൻ അവൾ അത് അത് ആ ഇങ്ങനെ വരും. ഇനി ഇത് ഓരോന്നിനും ഈ കാരകചിഹ്നത്തിനോടൊപ്പം ചേർക്കാം. വഹ് പ്ലസ് നെ ഉസ്നെ മീനിങ് ഇല്ല. ഉസ്കോ. ഇനി ഓരോന്നും ഇതെല്ലാം ഈ ചേർത്ത് വന്നെങ്കിൽ ഇതെല്ലാം ഊ ചേർത്ത് പോകും. അങ്ങനെയാണ് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇവിടെ എല്ലാം ഈ ചേർത്ത് പോയി, ഇനി ഇവിടെ എല്ലാം ഊ ചേർത്ത് പോകും. ഉസ്കോ. ഉസ്കോ എന്ന് പറഞ്ഞാൽ അവൻ ചേർക്കുമ്പോൾ കോയുടെ മീനിങ് ഇക്കിന് ഏയാണ്. അവന് അവയെ അവൾക്ക്. ഇവിടെ അവന് എന്നുള്ള അവൻ ഇക്ക് ചേർത്തില്ല, അത് നമ്മൾ ചേർത്ത് പറഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. അവന് അവനെ, അവൾക്ക് അവളെ, അതുപോലെ അത് അതിന് അതിനെ എന്ന് ഉപയോഗിക്കാം. അങ്ങനെയുള്ള മീനിങ്സ് ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഉപയോഗിച്ച് എഴുതുക. നിങ്ങൾ വായിച്ച് അത് അതേ സാഹചര്യം അനുസരിച്ച് വായിച്ച് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഉസ്കോ. ഇനി ഉസ്സെ. ബഹു പ്ലസ് സെ ഉസ്സെ. അതിൻ്റെ മീനിങ് എന്താണ്? അവനോട് അവളോട് അതുകൊണ്ട് അതിൽ നിന്ന് അവനിൽ നിന്ന് അവളിൽ നിന്ന്. അങ്ങനെ ഓരോ മീനിങ്സ് നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എഴുതി പഠിച്ചിട്ട് വേറൊരു കോളം മലയാളത്തിനായിട്ട് തന്നെ ഒരു കോളം ഇങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ്സ്, അല്ലെങ്കിൽ ഇതിന് സ്പേസ് ഇടുക. ഇവിടെ സ്പേസ് ഇട്ടിട്ട് ഓരോന്നിൻ്റെ മീനിങ്സ് ഇത് ചേർത്ത് എഴുതി ഒന്ന് നോക്കുക. അങ്ങനെയാണ് പഠിക്കുന്നത്. നമ്മൾ എഴുതി പഠിക്കുന്നത് എങ്ങനെയാണ്? ഉസ്സെ അവനോട് അവളോട് അതിനോട് അവൾക്കുള്ള അതിനുള്ള, ഇതിൻ്റെ എല്ലാ മീനിങ് ചേർത്ത് നമ്മൾ അതിൻ്റെ കൂടെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് വഹ് പ്ലസ് കാക്കേക്ക് ഉസ്ക ഉസ്കെ ഉസ്കി. അതിൻ്റെ മീനിങ് എന്താണ്? അവൻ്റെ ഇൻ്റെ കൂടെ ഉള്ളതാണ് കാക്കേക്കിയുടെ അർത്ഥം. അവൻ്റെ അവനുടെ അവനുള്ള അവൻ അവളുടെ അവൾക്കുള്ള അത് അതിൻ്റെ അതിനുള്ള എന്നൊക്കെ മീനിങ് ഇതിന് പോകും. അപ്പോൾ ഇതിൻ്റെ സർവനാമത്തിൻ്റെ മീനിങ്ങും കാരകത്തിൻ്റെ മീനിങ് കൂടെ ചേർത്ത് കാരകചിഹ്നത്തിൻ്റെ മീനിങ് കൂടെ ചേർത്ത് പറഞ്ഞു നോക്കണം. ഇനി ഉസ്മേ. ഉസ്മേ എന്ന് പറഞ്ഞാൽ അവനിൽ അവളിൽ അതിൽ. ഇതിൻ്റെ ഓരോ മീനിങ്ങിൻ്റെ കൂടെ മീനിങ് ചേർത്ത് ഇല്ലെന്നുള്ള മീനിങ് ചേർത്ത് പറയണം. നെക്സ്റ്റ് ഉസ്പർ. ഉസ്പർ എന്താണ്? അതിനോടൊപ്പം ഇല്ലെന്നുള്ള അർത്ഥം. അവനിൽ അവളിൽ അതിൽ എന്നൊക്കെ, അതിന് മുകളിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഈ പറ ചേർത്ത് ഉസ്പർ എഴുതും. ഇനി അടുത്ത എന്താണ്? ഉസ്കേലി. ഉസ്കേലി. ഇത്രയും പോകും. അപ്പോൾ ഇവിടെ വരെ മനസ്സിലായല്ലോ. ഇനി സിമ്പിളാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഓരോന്നും ചേർത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മലയാളം മീനിങ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? നെക്സ്റ്റ് യഹിൻ്റെ ബഹുവചനം എന്താണ്? യഹിൻ്റെ ബഹുവചനം എ. യഹിൻ്റെ അർത്ഥം ഇവൻ ഇവൾ ഇത് ഈ. എയുടെ അർത്ഥം ഇവർ ഇദ്ദേഹം ഇവ. ബഹുവചനം ഒന്നിൽ കൂടുതലുണ്ട്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ. പക്ഷേ എന്താണ് നമ്മൾ ബഹുവചനമായിട്ട് ഉപയോഗിക്കും. ബഹുമാനിക്കേണ്ട ആളിനെ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ പിതാജി മാതാജി മാമാജി ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഏകവചനം ബഹുവചനം പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ വീഡിയോസ് എടുത്ത് കാണണം. ആദ്യം മുതൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഓരോ ക്ലാസ് കാണുമ്പോഴും നമുക്ക് ഈസിയായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്ലാസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. അതിനും വെയിറ്റ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.
അപ്പോൾ ഇത് ഓരോ ക്ലാസ്സുകളും കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഹിന്ദി നിങ്ങൾക്കൊരു പ്രയാസമായിട്ട് തോന്നത്തേ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകളൊക്കെ നിങ്ങൾ അയക്കണം. അപ്പോൾ അടുത്ത പ്രത്യേകം എന്താണ്? സർവനാമം എന്താണ്? എയുടെ അർത്ഥം എന്താണ്? ഇവർ, ഇദ്ദേഹം, ഇവ. എയുടെ അർത്ഥം നേ ചേരുമ്പം ഇത് ബഹുവചനമാണ്. അപ്പോൾ ഇന്നോനെ എന്നാണ് വരുന്നത്. ഇന്നോനെ, ഇൻപോം, നെ എന്ന് നമ്മൾ എഴുതും, ഇന്നോനെ എന്ന് വായിക്കും. നെക്സ്റ്റ് കോടർത്ഥം ഇൻകോ, എല്ലാം ഇത് ബഹുവചനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചേർത്ത് വേണം നമ്മൾ എഴുതാൻ. ഇവിടെ ഇസ്, യഹിൻ്റെ അർത്ഥം സാ ചേർത്ത് ഇവിടെ എല്ലാം പോയി. ഇസ്കോ, ഇസ്സെ, ഇസ്ക, ഇസ്കെ. ഇവിടെ എയുടെ ബഹുവചനം വരുമ്പോൾ എല്ലാം ഞാ ചേർത്താണ് പോകുന്നത്. ഇൻകോ, നെക്സ്റ്റ് ഇൻസെ, ഇൻസെ. അതിനടുത്താണ് ഏയുടെ അടുത്താണ് ഇവർ, ഇദ്ദേഹം, ഇവ. ഇവർ, ഇദ്ദേഹം, ഇവ. അപ്പോൾ ഇവരോട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോട്, ഇവരിൽ നിന്ന്, ഇദ്ദേഹത്തിൽ നിന്ന്, ഇദ്ദേഹത്തിനെ കൊണ്ട്, ഇവരെ കൊണ്ട്, ഇവയെ കൊണ്ട്, ഇവയേക്കാൾ, ഇവരേക്കാൾ, ഇദ്ദേഹത്തിനേക്കാൾ എന്നുള്ള അർത്ഥം വെച്ച് എയുടെ മീനിങ്സ് ഇതുമായിട്ട് ചേർത്ത് നിങ്ങൾ പറഞ്ഞു നോക്കണം. ഇൻക, എ പ്ലസ് ഇൻക, ഇൻകെ, ഇൻകി. എ പ്ലസ് കാക്കേക്ക് ഇൻക, ഇൻകെ, ഇൻകി. ഇതെല്ലാം ചാർട്ടിൽ എഴുതാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ പോയെങ്കിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ചാർട്ടിൽ എഴുതി പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് പോകും. പക്ഷെ നിങ്ങൾക്കത് പ്രയോജനപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഓരോന്ന് പറഞ്ഞു തരുന്നത്. നോക്കി, ഇൻക, ഇൻകെ, ഇൻകി. ഇവർ, ഇദ്ദേഹം, ഇവ. ഇദ്ദേഹത്തിൻ്റെ, ഇവർ, ഇവരുടെ, ഇവർക്കുള്ള, ഇദ്ദേഹത്തിനുള്ള, പിന്നെ ഇവ ചേർക്കുമ്പം ഇവരുടെ, ഇദ്ദേഹത്തിനുള്ള, ഇവർക്കുള്ള എന്നൊക്കെയുള്ള അർത്ഥം മീനിങ് ഇവിടെ വരും. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഇല്ലാണ്. ഇല്ല, എ പ്ലസ് മെയിൻ ഇൻമെയിൻ. ഇദ്ദേഹത്തിൽ, ഇവയിൽ, ഇവരിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇൻമെയിൻ വരുന്നത്. ബഹുവചനമാണ്. നെക്സ്റ്റ് ഇൻപർ, അതും ഇവരിൽ, ഇവയ്ക്ക് മുകളിൽ എന്നൊക്കെയുള്ള അർത്ഥം, ഇദ്ദേഹത്തിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇൻപർ വരും. നെക്സ്റ്റ് ഇൻകേലിയെ, ഇൻകേലി, ഇവർക്ക് വേണ്ടി, ഇദ്ദേഹത്തിന് വേണ്ടി. ബഹുവചനമാണ്. അപ്പോൾ നിങ്ങൾ യഹ്, വഹ്, യേ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വഹിന്റെ ബഹുവചനം നമുക്ക് മനസ്സിലാവും. ഇത് യഹ്, വഹ്, യേവയുടെ സംയുക്ത രൂപം മനസ്സിലാക്കാൻ യഹ് എവിടെ വന്നാലും സാ ചേർത്ത് ഇസ്നെ, ഇസ്സെ അങ്ങനെ പോകും. വഹ് വന്നാൽ ഉസ്നെ, ഉസ്കോ, സാ ചേർത്ത് ഊവും സായും ചേർത്ത് അങ്ങനെ പോകും. യഹ് വന്നാൽ ഇൻകോ, ഈയും ന്യായും. ഇവിടെ ഈയും സായും, ഇവിടെ ഈയും ന്യായും വരും. ഇവിടെ ഊവും സായുമാണ്. ഏകോചനത്തിൽ ഉസ് അങ്ങനെ ചേർത്ത് പോകും. പക്ഷേ ഇനി ഇതിന്റെ വഹിന്റെ ബഹുവചനം വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും. എങ്ങനെ വരും? ഇവിടെ ഇൻകോ വന്നപ്പം വഹാകുമ്പോൾ എങ്ങനെ വരും? ഉൻകോ. ഉൻകോ, ഉൻ ചേർത്ത് ഇതെല്ലാം പറയണം. ഇതെല്ലാം എഴുതുകയും പഠിക്കുകയും ചെയ്യണം. അപ്പോൾ അത് ഈസിയാണ്. സിമ്പിളായിട്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല ഇത് എന്താണെന്ന് ഓർത്ത് നമ്മളിങ്ങനെ കണ്ട് അമ്പരക്കമല്ല ചെയ്യുന്നത്. ഓരോ നമ്മൾ കണ്ട് മനസ്സിലാക്കി അത് മനസ്സിരുത്തി പഠിക്കുക. അപ്പോൾ ഇത് സിമ്പിളാണ്. നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. യഹ് ഇസ്നെ ചേർത്ത് വരും, വഹ് ഉസ് ചേർത്ത് വരും. യഹ് അല്ലെങ്കിൽ ഇൻ ചേർത്ത് വരും, വേ ഉൻ ചേർത്ത് വരും. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോഴത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വരെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഏതാണ് വാക്കിൻ്റെ ബഹുവചനം? വേ. ഇത്രയും മനസ്സിലായല്ലോ. നോക്കാം. വാക്കിന്റെ ബഹുവചനം എന്താണ്? വേ. വേയുടെ അർത്ഥം എന്താണ്? അവർ, അദ്ദേഹം, അവ. ബഹുവചനാണ്. വേ പ്ലസ് നെ ഉന്നോനെ, ഉൻപോംനെ നമ്മൾ എഴുതും. ഉൻപോംനെ എന്ന് എഴുതും, ഉന്നോനെ എന്ന് പറയും. ഉൻപോംനെ അർത്ഥമില്ല. ഇത് ഉൻ ചേർത്ത് നമ്മൾ ഇനി എല്ലാം എഴുതി പോയത്. ഉൻകോ. വേയുടെ അർത്ഥം അവർ, അദ്ദേഹം, അവ. അവർക്ക്, അവരെ, അവയെ എന്നുള്ള ബഹുവചനാണ്. അത് ചേർത്ത് പോകണം. നെക്സ്റ്റ് ഉൻസെ. ഉൻസയുടെ മീനിങ് എന്താണ്? സയുടെ മീനിങ് ആൾക്കാൾ നിന്നുകൊണ്ട് ഓട് മുതൽ അവർ, അദ്ദേഹം, അവ ചേർത്ത് അതിനോടൊപ്പം ചേർത്ത് പറയണം.
അവരോട്, അദ്ദേഹത്തിനോട്, അവയോട് എന്നുള്ള അർത്ഥം. അവരിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്ന്, അവർക്കുള്ള പോകത്തില്ല, അവരെ കൊണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് എന്ന് ഉള്ള മീനിങ്സിൽ ഇത് പോകും. സർവനാമത്തിൻ്റെ അർത്ഥവും കാരകചിഹ്നങ്ങളുടെ അർത്ഥവും ചേർത്ത് പറഞ്ഞു പോയാൽ മതി. നെക്സ്റ്റ് വേ പ്ലസ് കാക്കേക്ക് ഉൻക, ഉൻകെ, ഉൻകി. അവരുടെ, അദ്ദേഹത്തിൻ്റെ, പിന്നീട് എന്താണ്, അവയുടെ, അവർക്കുള്ള, അദ്ദേഹത്തിനുള്ള എന്നുള്ള മീനിങ്സിൽ ഇത് പോകും. നെക്സ്റ്റ് ഉന്നയും, ഉന്നയും അവരെ, അദ്ദേഹത്തിനെ, അദ്ദേഹത്തിൽ, അവരിൽ, അവയിൽ എന്നുള്ള അർത്ഥം. ഉൻപർ, വേയും പറം ചേർത്താണ് പറയുന്നത്. ഉൻപർ, ഉൻപർ എന്ന് പറഞ്ഞാൽ അവരിൽ, അദ്ദേഹത്തിൽ എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് വേയും കേലിയെ, ഉൻകേലിയെ. എന്താണ്, അവർക്ക് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി, അവയ്ക്ക് വേണ്ടി എന്നുള്ള മീനിങ്സിൽ ഉൻകേലിയെ പോകും. അപ്പോൾ ഇവിടെ വരെ മനസ്സിലായല്ലോ.